നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ഡിസംബർ 4 ഉച്ചയ്ക്ക് 12 മണിക്ക്. ഒടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം വഞ്ചൂരിലെ ജില്ലാ കോടതിയിൽ രാഹുലിനെതിരായ കേസിൽ നിർത്തിവെച്ച വാദം പുനരാരംഭിച്ചു. പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിറങ്ങി. കോടതി വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പാർട്ടിയുടെ വിധി. ഇനി കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ ഉണ്ടാകില്ല. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, NSU ദേശീയ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ വളർന്നു കയറിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കേരളം നടക്കുന്ന നിരവധി സമരങ്ങൾ. അതിനിടയിലാണ് പാലക്കാട് നിയമസഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയം വരിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ഏറ്റവും ഹീറോ പരിവേഷമുള്ള യുവനേതാവായി രാഹുൽ മാങ്കൂട്ടം വളർന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു യുവനടിയുടെ വെളിപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ മകളെ പോലെ കരുതുന്ന ഒരു യുവനടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്രതീക്ഷിതമായ ചില വെളിപ്പെടുത്തലുകൾ ആദ്യം നടത്തിയത്. തൊട്ടു പിന്നാലെ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. കോൺഗ്രസ് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സതീശൻ്റെ നിലപാട്. നടി റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്നതിന് തൊട്ടുപിറ്റേന്ന് ഹണി ഭാസ്കർ എന്ന എഴുത്തുകാരി ശക്തമായ ചില പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ശരശയ്യയിൽ രാഹുൽ മാങ്കൂട്ടം തളർന്നു വീഴും എന്ന് കരുതിയവർക്ക് പക്ഷെ പിന്നീട് തെറ്റി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയർന്നതോടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് ചീറിയെടുത്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ സ്ഥിര സാന്നിധ്യം. പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ചേർന്ന നിയമസഭാ സമ്മേളനത്തിലും രാഹുൽ മാങ്കൂട്ടം പാഞ്ഞെത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ നേടി രാഹുലിന്റെ തേരോട്ടം പിന്നെയും തുടർന്നു. ഇതിനിടയിൽ ഇരയാക്കപ്പെട്ടു എന്ന് കരുതുന്ന യുവതിയടക്കം ചിലർ വെല്ലുവിളിച്ചു. ചാനലുകൾ ഇടയ്ക്കിടെ ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റുകളും സംപ്രേഷണം ചെയ്തുകൊണ്ട് രാഹുലിനെ വീഴിക്കാൻ നിരന്തരം ശ്രമങ്ങൾ നടത്തി. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അതിജീവിത എന്ന് കരുതുന്ന യുവതിക്കെതിരെ രൂക്ഷമായ പരിഹാസവുമായി ചിലർ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും നിറഞ്ഞത്. ഇതോടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശക്തമായ പ്രചരണ സമയങ്ങളിലൊന്നിൽ അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. അതിജീവിത നൽകിയ പരാതി ഞെട്ടിക്കുന്നത്. അതിലെ വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി ചോദ്യം ചെയ്യപ്പെടുന്നു. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ അതിജീവിതയുടെ പരാതിയിലെ ഓരോ പോയിന്റുകളും എടുത്തുവെച്ച് വലിച്ചു കീറി. എന്നാൽ സംസ്ഥാന ഭരണകൂടം ഇക്കുറി രാഹുലിനെ വീഴ്ത്തും എന്ന ദൃഢപ്രതിജ്ഞയെടുത്തു. തൊട്ടപ്പുറത്ത് പോലീസ് സംഘം ഒരു തെളിവും അവശേഷിക്കാത്ത വിധത്തിൽ അതിശക്ത പരിശോധനകളും റെയ്ഡുകളും തുടർന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി രണ്ടാമതൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയ്ക്ക് മുകളിൽ വീണത്. ഇതോടെ ഇടുത്തി വീണ രാഹുൽ മാങ്കൂട്ടം നെട്ടോട്ടം തുടങ്ങി. ഇത് 9ാം ദിവസം. കഴിഞ്ഞ 9 ദിവസങ്ങളായി തുടരുന്ന രാഹുൽ വേട്ട ഇപ്പോഴും തുടരുന്നു. ചിലരൊക്കെ പഴയ വീരപ്പൻ വേട്ടയോടാണ് ഇതിനെ ഉപമിക്കുന്നത്. സത്യമംഗലം കാടുകൾ മുതൽ ബംഗളൂരു സിറ്റി വരെ അരിച്ചുപെറുക്കി കേരളത്തിൻ്റെ പോലീസ് സംഘം. പല സ്ഥലങ്ങളിലും പോലീസ് സംഘം എത്തുന്നതിന് തൊട്ടു മുൻപ് അതിവിദഗ്ധമായി കടന്നുകളയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിക്കളയുന്നു. രൂക്ഷമായ ചില കണ്ടെത്തലുകളും ഈ വിധിയിൽ കോടതി കണ്ടെത്തി. രാഹുൽ ഉയർത്തിയ വാദങ്ങൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുന്നതായിരുന്നു ഈ വിധി. എന്നാൽ മറുവശത്ത് രാഹുലിൻ്റെ അഭിഭാഷക സംഘം ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് ഒരു മുൻകൂർ ജാമ്യ ഹർജി നൽകാനുള്ള ശ്രമമാണ് അഭിഭാഷക സംഘം നടത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഒരു കാരണവശാലും പോലീസ് സംഘത്തിന് പിടികൊടുക്കരുത് എന്ന അഭിഭാഷക സംഘം രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നു. ഹൈക്കോടതിയിൽ നിയമപരമായി നമുക്ക് പോരാടാമെന്നും അവിടെ മുൻകൂർ ജാമ്യം കിട്ടുമെന്നുമുള്ള പ്രതീക്ഷയാണ് നിയമവിദഗ്ധർക്കുള്ളത്. മറുവശത്ത് രണ്ടാം പരാതി എത്രത്തോളം കടുക്കും എന്ന ആശങ്ക ശരിക്കും ഈ അഭിഭാഷക സംഘത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതം മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്.
ഇപ്പോൾ ആഡംബര സൗകര്യങ്ങളോടെ ബംഗളൂരുവിൽ ഒരു വില്ലയിൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. ബംഗളൂരു നഗരത്തിലെ അത്യാഡംബര വില്ലയിലാണ് രാഹുൽ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞത്. രാഷ്ട്രീയ ബന്ധമുള്ള ഒരു അഭിഭാഷകയാണ് ഇതിനുവേണ്ട സൗകര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിക്കൊടുത്തത് എന്ന് വാർത്തകളിൽ കാണുന്നു. ഈ ആഡംബര വില്ലയിലേക്ക് ബുധനാഴ്ച വൈകിട്ട് പോലീസ് എത്തിയെങ്കിലും 2 മണിക്കൂർ മുൻപ് രാഹുൽ മുങ്ങി. രാഹുലിന് സഹായമൊരുക്കുന്നത് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്ന് നേരത്തെ അഭ്യൂഹം പരന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രയ്ക്ക് കാറുകൾ എത്തിച്ചു കൊടുക്കുന്നതും യാത്രയ്ക്കുള്ള വഴികൾ കണ്ടെത്തുന്നതുമൊക്കെ ബംഗളൂരുവിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളാണ് എന്ന് പോലീസ് പറയുന്നു. ആഡംബര റിസോർട്ടുകളും വില്ലകളുമൊക്കെയാണ് രാഹുൽ താമസത്തിനായി തെരഞ്ഞെടുത്തത് എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. മറുവശത്ത് ചില ഉൾനാടൻ ഗ്രാമങ്ങളിലും രാഹുൽ എത്തിയെന്ന വിവരം. ഇതുവരെ 6ഓളം കാറുകളാണ് യാത്രയ്ക്കായി രാഹുൽ ഉപയോഗിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. ഓരോ ഒളിയിടങ്ങളിലും കേരളത്തിന്റെ പോലീസ് സംഘം എത്തുമ്പോൾ അവിടെ നിന്ന് അതിവിദഗ്ധമായി കടന്നുകളയുന്ന രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾ പിന്നാലെയുണ്ട് എന്ന് പോലീസ് സംഘം. അതിശക്തമായ തിരച്ചിൽ പോലീസ് ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇനി പലരുടെയും സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചേക്കില്ല എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ രാഹുൽ കീഴടങ്ങാൻ നിർബന്ധിതരാകുമെന്നാണ് പോലീസ് സംഘത്തിന്റെ കണക്കുകൂട്ടൽ. രാഹുലിനെ കീഴടങ്ങാൻ നിർബന്ധിക്കുന്നു ചിലർ എന്ന വാദവും ഉയരുന്നു. മറുവശത്ത് കേരള പോലീസിലെ ചില ഇടിയൻ വിദഗ്ധരെയാണ് ഇപ്പോൾ രാഹുൽ വേട്ടയ്ക്കായി പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നത് എന്ന വാർത്തകൾ ശക്തമാണ്. പോലീസ് സംഘത്തോടൊപ്പം രാഹുലിനെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ രാഹുലിനെയും സംഘത്തെയും കീഴ്പ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. സാധാരണ ഇത്തരം ഇടിയൻ പോലീസുമാരെ കൊടും ഭീകരന്മാരെയും കുറ്റവാളികളെയും ഒക്കെ കീഴ്പ്പെടുത്താനാണ് ഉപയോഗിക്കുക. പലതവണ രാഹുൽ മാങ്കൂട്ടം മൊബൈൽ ഫോണുകൾ മാറി മാറി ഉപയോഗിച്ചു. പല കാറുകൾ ഉപയോഗിച്ചു. CCTVകളിൽ പെടാതെ അതിബുദ്ധിപൂർവമായ നീക്കങ്ങൾ. CCTV ക്യാമറകളുടെ റോഡുകൾ പരമാവധി ഒഴിവാക്കിയാണ് രാഹുലിൻ്റെ നീക്കം. അത്യാഡംബര വില്ലയിൽ CCTV ഉണ്ട്. പക്ഷേ ആ CCTV രാഹുൽ എത്തുന്നതിന് മുൻപ് തന്നെ ഓഫ് ചെയ്യപ്പെട്ട നിലയിൽ. ഇതിനിടയിൽ യുവനടിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് വെളിവായി. നേരത്തെ തന്നെ ഈ ചുവന്ന കാർ പാലക്കാട് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ഒളിച്ചോട്ടത്തിനായി തയ്യാറാക്കി നിർത്തിയിരുന്നുവെന്ന വിവരമാണ് പോലീസ് സ്ഥിരീകരിച്ചത്. യുവനടി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. രാഹുൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് യുവനടി പോലീസ് സംഘത്തോട് വ്യക്തമാക്കി. പാർട്ടിയും കോടതിയുമൊക്കെ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കീഴടങ്ങുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമേയുള്ളൂ എന്ന് കരുതുകയാണ് ഭരണകൂടം. ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നതോടെ കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ഉണ്ടാകും എന്ന ഏക പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷക സംഘം. 2ാമത്തെ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് കൂടി നിലവിൽ വന്നതോടെ ഈ കേസ് ഹൈക്കോടതിയെ സ്വാധീനിക്കുമോ എന്ന ഭയം അഭിഭാഷക സംഘത്തിനുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയും അറസ്റ്റ് ഒഴിവാകാനുള്ള ഹർജിയും കോടതി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഏറ്റവും ദുഷ്കരമായ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. രാഹുലിനെ പിടികൂടാൻ കേരളത്തിന്റെ പോലീസ് സംഘത്തിന് കഴിയാതിരിക്കുന്നത് വലിയ പരിഹാസങ്ങൾക്കിടവരുത്തുന്നു. ആഭ്യന്തര വകുപ്പ് കർശന ഉത്തരവാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഏതു വിധേനയും എവിടെ നിന്നാണെങ്കിലും രാഹുലിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുക. രാഹുലിനെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അതിശക്തമായ പ്രസ്താവനകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ഇത് കൃത്യമായ സന്ദേശമാണെന്നും ഇനി പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളുമില്ല എന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി തനിക്കുള്ളത് പാർട്ടിപരമായ അടുപ്പമാണെന്നും വ്യക്തിപരമായ അടുപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണിപ്പോൾ ഷാഫി പറമ്പിൽ മലക്കം മറിഞ്ഞു പറയുന്നത്. ഈ കേസ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം. എന്നാൽ സുപ്രീം കോടതിയുടെ പ്രത്യേക പരാമർശം നിലനിൽക്കുന്നതുകൊണ്ട് നേരെ ഹൈക്കോടതിയെ സമീപിക്കുക അത്ര എളുപ്പമല്ല. കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജികൾ നേരിട്ട് പരിഗണിച്ച് ജാമ്യം അനുവദിക്കുന്നത് ശരിയല്ല എന്നാണ് നേരത്തെ സുപ്രീം കോടതി പരാമർശിച്ചത്. ഇതിന് പിന്നാലെ മുൻകൂർ ജാമ്യ ഹർജികൾ ആദ്യം സെഷൻസ് കോടതികൾ പരിഗണിക്കണം എന്ന് ഹൈക്കോടതി തന്നെ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ജില്ലാ സെഷൻസ് കോടതിയെ രാഹുൽ സമീപിക്കുകയായിരുന്നു. സെഷൻസ് കോടതി കൈവിട്ടതോടെ ഇനി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടാം എന്നതാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ കണക്കുകൂട്ടൽ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞുവെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നു. പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. സുഹൃത്തുക്കളൊന്നും സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല. മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും അതിരൂക്ഷമായ പരിഹാസങ്ങൾ.
പാർട്ടി പൂർണ്ണമായും കൈവിട്ട നിലയ്ക്ക് ഇനി പാർട്ടി നേതാക്കൾക്കും രാഹുലിനെ സഹായിക്കുക അത്ര എളുപ്പമല്ല. ചില അഭിഭാഷകർ, ചില സുഹൃത്തുക്കൾ അവർക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം തൻ്റെ കരുക്കൾ നീക്കുന്നു. എന്നാൽ പൂർണ്ണമായും പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള രാഹുലിനെ സംബന്ധിച്ച് ഏതെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക പോലും ഇപ്പോൾ അപകടകരമാണ്. കേരള പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഇനിയും എത്ര മുന്നോട്ട് നീങ്ങാൻ കഴിയും രാഹുലിന് എന്ന ചോദ്യം ശ്രദ്ധേയമാണ്. അതിലപ്പുറം ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോട്ടോ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. അത്ര സുരക്ഷിതമല്ല യാത്രകൾ എന്നർത്ഥം. രാഹുൽ ഏതു സമയത്ത് വേണമെങ്കിലും പിടികൂടപ്പെടാം എന്ന അവസ്ഥയിലാണ് എന്ന് പോലീസ് സംഘം സൂചിപ്പിക്കുന്നു. അതിസൂക്ഷ്മമായ കരുക്കൾ നീക്കി വളരെ ബുദ്ധികൂർമ്മതയോടെ ഒന്നൊന്നായി ഒളിയിടങ്ങൾ മാറി ഇപ്പോൾ രാഹുൽ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.